അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൽ പുതിയ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ആ പീരിയോഡിക് ടേബിൾ നമ്മൾ എവിടം വരെയാണോ പഠിച്ച് നിർത്തിയിരിക്കുന്നത് ആ പീരിയോഡിക് ടേബിളിൻ്റെ ബാക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വർഷം പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത് മറ്റൊരു രീതിയിൽ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ആറ്റത്തിനെ കുറിച്ചും ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമാണ്, അതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക്, ഒന്നാമത്തെ സബ് ടൈറ്റിലാണ് ആറ്റം ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ആറ്റവും ആറ്റത്തിലെ മൗലിക കണങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആറ്റത്തിൻ്റെ ഘടന, ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മളിപ്പം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബോർ ആറ്റം മോഡലാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആറ്റം മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ആറ്റം, ഏറ്റവും പുതിയ ആറ്റം മാതൃക, നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ആറ്റം മാതൃകയായ ബോർ ആറ്റം മാതൃകയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോർ ആറ്റം മാതൃക അല്ലെങ്കിൽ ബോർ ആറ്റം മോഡൽ. അപ്പോൾ ആരാണ് ഈ ആറ്റം മോഡൽ അവതരിപ്പിച്ചത്? ഈ ആറ്റം മോഡൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ഈ ആറ്റം മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിന്റെ ലേറ്റസ്റ്റ് മോഡൽ, ആറ്റത്തിന്റെ ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്. നീൽസ് ബോർ. എന്താണ് ബോർ ആറ്റം മാതൃക എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഒരാറ്റത്തിന് അതിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ഒരാറ്റത്തിന് അതിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. An atom has a center. It have a whole mass is concentrated on it. അപ്പോൾ ആറ്റത്തിന് അതിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന whole mass is concentrated on its center. ഈ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന്, ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആറ്റത്തിന്റെ ഈ കേന്ദ്രഭാഗത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസിൽ ഏതൊക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് കാണപ്പെടുന്നത്? അപ്പോൾ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് ഏതൊക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് കാണപ്പെടുന്നത് എന്ന് നോക്കാം. ഇപ്പം ന്യൂക്ലിയസിനകത്തുള്ള ആളുകളാണ് പ്രോട്ടോൺ. ന്യൂക്ലിയസിനകത്തുള്ള ആളുകൾ ആരൊക്കെയാ? ഒന്നാമത്തെ പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവാണ്. പ്രോട്ടോണിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവാണ്. ഇനി അടുത്ത ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റൊരു സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിനകത്ത് രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് കാണപ്പെടുന്നത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ഏതാണ് ചാർജ്? ന്യൂട്രോണിന്റെ ചാർജ് എന്താ? ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. അപ്പൊ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും കാണപ്പെടുന്നു, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കാണപ്പെടുന്നു. അപ്പം ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ ആണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആറ്റത്തിന് മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ലെസ് ആയിട്ടുള്ള ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ കാണപ്പെടുന്നു. അപ്പം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. അപ്പം മൊത്തത്തിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കാണപ്പെടുന്നത് കൊണ്ട് ന്യൂക്ലിയസിന്റെ ഹോൾ ചാർജ്, മൊത്തത്തിലുള്ള ചാർജ് നമ്മൾ നോക്കിയാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏതായിരിക്കും?
പോസിറ്റീവ് ആയിരിക്കും. അപ്പം ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നമുക്ക് പറയാം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, സെൻട്രൽ പോർഷൻ ഓഫ് ആൻ ആറ്റം, ആറ്റത്തിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിന്റെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിൽ ആരൊക്കെ കാണപ്പെടുന്നു? പ്രോട്ടോൺ കാണപ്പെടുന്നു, ന്യൂട്രോൺ കാണപ്പെടുന്നു. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന്റെ ചാർജ് എന്താ? ചാർജ് ഇല്ല. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രൽ ആണ്. ഇങ്ങനെ പഠിക്കാം, ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രൽ ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കാണപ്പെടുന്നത് കൊണ്ട് ന്യൂക്ലിയസിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? പോസിറ്റീവ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ. അപ്പം ബോർ ആറ്റം മാതൃകയിൽ ആദ്യം പറയുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതിയിടാം. പ്രോട്ടോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ്. ഓക്കെ. അടുത്തതായി ആറ്റത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ആറ്റത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ, ആറ്റത്തിൽ കാണപ്പെടുന്ന മറ്റൊരു മൗലിക കണമാണ് ഇലക്ട്രോൺ. ആരാണ്? ഇലക്ട്രോൺ. ആറ്റത്തിൽ കാണപ്പെടുന്ന മറ്റൊരു മൗലിക കണമേതാ? ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ഏതാ? നെഗറ്റീവ്. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പം ഇലക്ട്രോണിന്റെ സ്ഥാനം, ഇലക്ട്രോണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം നമുക്കിങ്ങനെ മനസ്സിലാക്കുക, എന്തിന് വെളിയിലാണ്? ന്യൂക്ലിയസിന് വെളിയിലാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ പൊസിഷൻ, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ന്യൂക്ലിയസിന് വെളിയിലാണ്, ന്യൂക്ലിയസിന് പുറത്താണ്. ന്യൂക്ലിയസിന് പുറത്ത് എവിടെയാ? ന്യൂക്ലിയസിന് പുറത്തായി ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി പാത്തുകളുണ്ട്. ന്യൂക്ലിയസിന് വെളിയിലായി ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ എന്തെന്നാ പറഞ്ഞത്? എനർജി പാത്സ്. ന്യൂക്ലിയസിന് പുറത്തായി, ന്യൂക്ലിയസിന് വെളിയിലായി ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ കൃത്യമായ സഞ്ചാരപാതകളുണ്ട്. കൃത്യമായ എന്തുണ്ട്? സഞ്ചാരപാതകളുണ്ട്. ഈ സഞ്ചാരപാതകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെൽ. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഷെൽ. അപ്പം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ കാണപ്പെടുന്നു, ന്യൂട്രോൺ കാണപ്പെടുന്നു. ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിന് വെളിയിൽ ഷെല്ലുകളിലാണ് ആരെ കാണപ്പെടുന്നത്? ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെല്ലുകളെന്ന് വിളിക്കാം. ഓക്കെ. നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഷെല്ലുകളെ കുറിച്ചാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? ഷെല്ലുകളെ കുറിച്ച്. അപ്പം എന്താണ് ഷെല്ല്? ഷെല്ലിനെ കുറിച്ച് നമുക്ക് ആകെ ഇപ്പം നമ്മൾ 9ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് ഷെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന സഞ്ചാരപാത. ഷെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന സഞ്ചാരപാത. പാത്ത്, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത്ത്, സഞ്ചാരപാത നമുക്ക് ഷെൽ എന്ന് വിളിക്കാം. ഇനി ഈ ഷെല്ലിനെ കുറിച്ച് നമ്മൾ ഈ വർഷം മുതൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 9ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് പുതുതായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഷെല്ലിന് മറ്റൊരു ഡെഫിനിഷൻ കൂടെ നമുക്ക് കൊടുക്കാം. ഷെൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എനർജി ലെവലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എനർജി ലെവലാണ്. ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് എനർജി ലെവലാണ്. ഫിക്സ്ഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഊർജ നിലകൾ. സ്ഥിരമായ ഊർജ നിലകൾ. അപ്പം ഷെല്ലുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമ്മൾ പഠിച്ചത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ നമുക്ക് ഷെൽ എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന പുതിയ ഡെഫിനിഷനാണ് ഷെൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എനർജി ലെവലാണ്, സ്ഥിരമായ ഊർജ നിലകളാണ്. ഓക്കെ. അപ്പം ഷെല്ലിന് ഡെഫിനിഷൻ കിട്ടി. ഫിക്സ്ഡ് എനർജി ലെവൽ, സ്ഥിരമായ ഊർജ നില. ഓക്കെ. എത്ര ഷെല്ലുകളാണ് നമുക്കുള്ളത്? ഒരാറ്റത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ വെച്ച് നമ്മൾ ആകെ 4 ഷെല്ലുകളെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. അപ്പം എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആറ്റത്തിൽ പ്രധാനമായും എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുകളുണ്ട്. ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെ ഷെൽ.
രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൽ ഷെൽ, മൂന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എം ഷെൽ, നാലാമത്തെ ഷെല്ലിനെ നമ്മൾ എൻ ഷെൽ എന്ന് വിളിക്കും. അപ്പം ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന, ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സ്ഥിരമായ ഊർജ നിലകളെ നമുക്ക് ഷെല്ലുകൾ എന്ന് വിളിക്കാം. അപ്പം ഷെൽ എന്ന് പറഞ്ഞാൽ ഷെൽസ് ആർ ദി പാർട്സ് ദാറ്റ്സ് റിവോൾവിംഗ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. പിന്നെന്താണ്, ഷെൽ ഈസ് എ ഫിക്സ്ഡ് എനർജി ലെവൽ. ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിന്റെ പേരെന്താ പഠിച്ചു? കെ ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിന്റെ പേരാണ് എൽ ഷെല്ല്. മൂന്നാമത്തെ ഷെല്ലിന്റെ പേരാണ് എം ഷെല്ല്. നാലാമത്തെ ഷെല്ലിന്റെ പേരാണ് എൻ ഷെല്ല്. ഓക്കെ, പ്രധാനമായിട്ടും 4 ഷെല്ലുകൾ. അപ്പം ഷെല്ലിനെ നമ്മൾ ഫിക്സ്ഡ് എനർജി ലെവൽ എന്നല്ലേ വിളിച്ചത്. ഷെല്ലിനെ വിളിച്ച പേരെന്താ? ഫിക്സ്ഡ് എനർജി ലെവൽ അല്ലെങ്കിൽ സ്ഥിരമായ ഊർജ്ജ നില. ഓക്കെ, ഇനി ഓരോ ഷെല്ലിലും നമ്മൾ പറഞ്ഞു ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് കാണപ്പെടുന്നത്? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് കാണപ്പെടുന്നത്? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ വീണ്ടും നമുക്ക് ഇതും കൂടി പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പം ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താണ് ഇവിടെ n? n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ. എന്ന് പറയുന്നത് എന്താണ്? ഷെൽ നമ്പർ. ഷെല്ല്, എത്രാമത്തെ ഷെല്ല്, അതാണ് നമ്മൾ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്നിന് വരെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 2 × 1ന്റെ സ്ക്വയർ 2 × 1, 2 × 1 2. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി നിറയുന്ന ഇലക്ട്രോണുകൾ 2 ആണ്. ഇനി 2ൽ കൂടുതൽ ഇലക്ട്രോണുകൾ നമുക്ക് ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ നിറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ കെ ഷെൽ ഈസ് 2. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ പരമാവധി നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ഷെൽ ഉണ്ടല്ലോ, എൽ ഷെല്ല്. അപ്പൊ നമുക്കിവിടെ രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന് ഒരു എത്ര കൊടുക്കുക? 2 കൊടുക്കുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം 2 × 2². 2 × 2² ചെയ്യുമ്പോൾ എത്ര വരും? 2 × 4 എത്രയാ? 8. എൽ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലില് പരമാവധി എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുവാൻ കഴിയും? 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുവാൻ കഴിയും. അപ്പം സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും? 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുവാൻ കഴിയും. 8ൽ കൂടുതൽ ഇലക്ട്രോണുകളെ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പം എൽ ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഈസ് 8. ഇനി നമുക്ക് മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോവാം. മൂന്നാമത്തെ ഷെല്ല് എം ഷെൽ ആണല്ലോ. എം ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എന്ത് കൊടുക്കുക? n = 3 കൊടുക്കുക. 2 × 3² ചെയ്യുക. അപ്പം 2 × 9 നമുക്ക് ആൻസർ കിട്ടും 18. അപ്പം എം ഷെല്ലില് മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും? 18 ഇലക്ട്രോണുകൾ. അപ്പൊ നമ്മളിപ്പം 18 ഇലക്ട്രോണുകളെ മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. ഇതിനകത്ത് പല കാര്യങ്ങളും ഈ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചാപ്റ്ററിൽ ബാക്കി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇനി നമുക്ക് ഈ എൻ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും? അടുത്ത നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം 2 × എന്നിന് വരെ എത്ര കൊടുക്കുക? 4 കൊടുക്കുക. 2 × 4². ആൻസർ 2 × 16. 2 × 16 32. അപ്പം എൻ ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് കിട്ടി? 32. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം. അപ്പം ഇലക്ട്രോണുകൾ എവിടെ കാണപ്പെടുന്നു? അവിടെ മുതലാണ് നമ്മൾ തുടങ്ങിയത്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് വെളിയിലാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പം ന്യൂക്ലിയസിന് വെളിയിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഫിക്സ്ഡ് എനർജി ലെവൽ, സ്ഥിരമായ ഊർജ്ജ നിലകളെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഷെൽ. ഓക്കെ, അപ്പം എത്ര ഷെൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു? 4 ഷെല്ലുകൾ, കെ, എൽ, എം, എൽ. ഒന്നാമത്തെ ഷെല്ലിന് നമ്മൾ കൊടുത്ത പേരെന്തുവാ?
ഒന്നാമത്തെ ഷെല്ലിന് കൊടുത്ത പേര് കെ ഷെൽ. കെ ഷെല്ലിലെ പരമാവധി മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. 2n² ആണ്. ഇങ്ങനെ ഒരു എത്ര കൊടുക്കുക, ഇവിടുത്തെ വാല്യൂ ഷെൽ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ 2 × 1² ആൻസർ 2. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്. എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കണ്ടുപിടിക്കണം. അപ്പോൾ 2 × n വരെ എത്ര കൊടുക്കുക, 2 കൊടുക്കുക. 2² ചെയ്യുമ്പോൾ 2 × 4 8, 2 × 4 8. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം 2n² ഉണ്ട് ഇക്വേഷൻ. 2 × 3² എടുക്കുക. 2 × 9 എത്ര കിട്ടും, 18. നാലാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 2 × 4² എടുക്കുക. ആൻസർ 32. അപ്പം ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒന്നാമത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അല്ലേ. ആറ്റത്തിന് എന്തുണ്ടെന്ന് പഠിച്ചു. ഒരു കേന്ദ്രഭാഗമുണ്ട്. ആ കേന്ദ്രഭാഗത്തിന് നമ്മൾ വിളിച്ച പേരെന്തുവാ, ന്യൂക്ലിയസ്. ആ കേന്ദ്രഭാഗത്തിന് നമ്മൾ വിളിച്ച പേരെന്താ, ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിൽ ആരൊക്കെ കാണപ്പെടുന്നു എന്നാണ് പഠിച്ചത്. പ്രോട്ടോൺ, പ്രോട്ടോൺ കാണപ്പെടുന്നു. ആര് കാണപ്പെടുന്നു, പ്രോട്ടോൺ കാണപ്പെടുന്നു. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അടുത്ത നമ്മൾ പഠിച്ചു ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റൊരാളാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ പേര് പോലെ തന്നെയാണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല, പ്രത്യേകിച്ച് ചാർജ് ഇല്ല. അപ്പം ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ ആണ് ന്യൂക്ലിയസ്. ഹോൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ന്യൂക്ലിയസ്. ഒരാറ്റത്തിന്റെ മൊത്തം ഭാരം, ആ ഭാരം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാ, ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണും കാണപ്പെടുന്നു, ന്യൂട്രോണും കാണപ്പെടുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നു ആറ്റത്തിലുള്ള മറ്റൊരു സബ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. ആരാണ്, ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജും ആയി, ഇവിടെ ചാർജ് ഇല്ല. അടുത്തൊരു ചാർജ് വരുന്നത് ഏതായിരിക്കും, അപ്പം നെഗറ്റീവ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് ഏതാ, നെഗറ്റീവ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നു, ന്യൂക്ലിയസിൽ. പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അപ്പൊ ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കടന്ന് വലം വെക്കുന്നു അല്ലെ, റിവോൾവിങ് അറൌണ്ട് ദി ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കടന്ന് എന്താണ്, വലം വെക്കുന്നു. അങ്ങനെ ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്ന ഫിക്സ്ഡ് എനർജി പാത്തുകൾ, സഞ്ചാരപാതകളെ നമ്മൾ വിളിച്ച പേരെന്തുവായിരുന്നു, ഷെൽ. സഞ്ചാരപാതകളെ നമ്മൾ വിളിച്ച പേരാണ് ഷെൽ. നമ്മൾ ഷെല്ലിനെ കുറിച്ചാണ് ബാക്കി കാര്യങ്ങൾ പഠിച്ചത്. ഷെൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എനർജി ലെവലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് എനർജി ലെവലാണ്. സ്ഥിരമായ ഊർജനില. സ്ഥിരമായ ഊർജ നിലകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഷെൽ എന്ന് വിളിച്ചു. 4 ഷെല്ലുകൾ ഉണ്ടെന്ന് പഠിച്ചു. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് സെഷന് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന് ബാക്കി ഷെല്ലുകളെ കുറിച്ച്, ഷെല്ലിനെ നമുക്ക് പിന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ബാക്കി എന്താണ് ബോർ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട കുറെ എനർജിയുടെ കാര്യം വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ കാര്യം വരുന്നുണ്ട്. എന്താണ് ഇലക്ട്രോണിക് ന്യൂക്ലിയസ് കൊണ്ടുള്ള ആകർഷണ ബലം, ഇലക്ട്രോണുകളുടെ ഊർജം, ഷെല്ലുകളിൽ എങ്ങനെ ഇലക്ട്രോൺ നിറയുന്നു, ഷെല്ലുകളെ പിന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തെല്ലാം നമ്മൾ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇതിന് അടുത്ത സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.